ലൂക്കോസ് എഴുതിയ ഈസാ അൽ മസീഹിന്റെ പരിശുദ്ധ ഇഞ്ചീൽ അധ്യായം 9. ഈസ 12 സ്വഹാബികളെയും ഖരീബിൽ വിളിച്ചു. സകല റൂഹുൻ നജിസുകളെയും പുറത്താക്കുവാനും ദീനങ്ങളെ ശിഫയാക്കാനും അവർക്ക് സുൽത്തത്തും കുദറത്തും കൊടുത്തു. അള്ളാഹുവിന്റെ രാജ്യത്തിന്റെ വയലു പറയാനും രോഗികളെ ശിഫയാക്കാനുമായി ഈസ അവരെ അയച്ചു. അള്ളാഹുവിന്റെ രാജ്യത്തിന്റെ വയലു പറയാനും രോഗികളെ ശിഫയാക്കുവാനുമായി ഈസ അവരെ അയച്ചു. ഈസ അവരോട് പറഞ്ഞു, നിങ്ങൾ മുസാഫിറാവുമ്പോൾ ഊന്നുവടിയോ കാണ്ടക്കെട്ടോ ഒജീനമോ പണമോ ഒന്നും എടുക്കരുത്. ഒന്നിലധികം ഉടുപ്പും എടുക്കരുത്. നിങ്ങൾ ഏത് പുരയിൽ ചെന്നാലും ആ മദീനയിൽ നിന്നും വിട്ടുപോകുന്നത് വരെ അവിടെ തന്നെ താമസിക്കുക. അവർ നിങ്ങളെ കബൂലാക്കാതിരുന്നാൽ അവരുടെ മദീനയിൽ നിന്നും പോകുമ്പോൾ അവർക്കെതിരെ ഷഹാദത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. സ്വഹാബികൾ പുറപ്പെട്ട് ഖരിയകൾ തോറും പോയി ഇഞ്ചീലിന്റെ തഅലീം നൽകുകയും എല്ലായിടത്തും ദീനക്കാർക്ക് ശിഫ നൽകുകയും ചെയ്തു. സംഭവിക്കുന്നതെല്ലാം ഗലീലിയയിലെ സുൽത്താനായിരുന്ന ഹെറോദേസ് അന്തിപ്പാസ് കേട്ടു. മഹ്മൂദിയക്കാരൻ യഹിയ മൗത്തായവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്ന് ചിലരും, ഇല്യാസ് നബി ലുഹൂറായിരിക്കുന്നെന്ന് മറ്റു ചിലരും, പണ്ടത്തെ നബിമാരിൽ ഒരാൾ ഉയർത്തെഴുന്നേറ്റെന്ന് വേറെ ചിലരും പറഞ്ഞതുകൊണ്ട് ഹെറോദേസ് ആശയക്കുഴപ്പത്തിലായി. ഹെറോദേസ് പറഞ്ഞു, ഞാൻ മഹ്മൂദിയക്കാരൻ യഹിയയുടെ തലവെട്ടി. പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഇക്കാര്യങ്ങളെല്ലാം കേൾക്കുന്നത്? ഈസയെ കാണാൻ ഹെറോദേസ് ശ്രമിച്ചു. റസൂലുകൾ മടങ്ങി വന്ന് അവർ ചെയ്തതെല്ലാം ഈസയെ അറിയിച്ചു. ഈസ അവരെ കൂട്ടിക്കൊണ്ട് ബെത്സയിദ എന്ന മദീനയിലേക്ക് പോയി. ഇതറിഞ്ഞ് ജനങ്ങൾ ഈസയുടെ പിന്നാലെ ചെന്നു. ഈസ അവരെ കബൂൽ ചെയ്തു അള്ളാഹുവിന്റെ രാജ്യത്തെക്കുറിച്ചുള്ള വയലു പറയുകയും ശിഫ വേണ്ടവരെ ശിഫയാക്കുകയും ചെയ്തു. ഉറൂബായപ്പോൾ സ്വഹാബികൾ 12 പേരും ഖരീബിൽ വന്ന് ഈസയോട് പറഞ്ഞു, നാം വിജനമായ സ്ഥലത്തായതിനാൽ ഖരിയകളിലും നാട്ടിൻപുറങ്ങളിലും പോയി പാർക്കുവാനും ഒജീനം കണ്ടെത്തുവാനും ജനങ്ങളെ പറഞ്ഞയക്കുക. ഈസ ഇജാബത്ത് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഒജീനം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ. ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒജീനം ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണമോ? അവിടെ തഖ്രീബൻ 5000 പുരുഷന്മാരുണ്ടായിരുന്നു. ഈസ സ്വഹാബികളോട് പറഞ്ഞു, 50 വീതം വരിയായി ജനങ്ങളെ ഇരുത്തുവിൻ. അവർ അങ്ങനെ ചെയ്തു. എല്ലാവരെയും ഇരുത്തി. ഈസ ആ 5 അപ്പവും 2 മീനും എടുത്ത് ജന്നത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവയ്ക്ക് വേണ്ടി ബാറക്കല്ലാ പറഞ്ഞു മുറിച്ചു. പിന്നെ ജനങ്ങൾക്ക് വിളമ്പിക്കൊടുക്കാൻ സ്വഹാബികളുടെ കയ്യിൽ കൊടുത്തു. അവരെല്ലാവരും ഒജീനിച്ച് റാഹത്തായി. ബാക്കി വന്ന അപ്പകഷ്ണങ്ങൾ 12 കൊട്ട നിറയെ അവർ ജമയാക്കി വെച്ചു. ഒരിക്കൽ ഈസ ഒറ്റയ്ക്ക് ദുആ ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ സ്വഹാബികൾ ഈസയുടെ അടുക്കൽ ചെന്നു. അപ്പോൾ ഈസ ചോദിച്ചു, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ മറുപടി പറഞ്ഞു, ചിലർ മഹ്മൂദിയക്കാരൻ യഹിയ എന്നും മറ്റു ചിലർ ഇല്യാസ് നബി എന്നും വേറെ ചിലർ പണ്ടത്തെ നബിമാരിൽ ഒരാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നും പറയുന്നു. അപ്പോൾ ഈസ ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് ഉത്തരം നൽകി,
അള്ളാഹുവിൻ്റെ അൽ മസീഹാണ്. ഇക്കാര്യം ആരോടും പറയരുതെന്ന് ഈസ കർശന നിർദ്ദേശം നൽകി. ഈസ പറഞ്ഞു, ഇബ്നുൽ ഇൻസാൻ അദാബുകൾ സഹിക്കുകയും അവനെ ഷെയ്ഖുമാർ പ്രധാന ഇമാമുമാർ മൂസയുടെ ശരീഅത്തിന്റെ മുഅല്ലിമീങ്ങൾ എന്നിവർ തള്ളിക്കളയുകയും ചെയ്യും. അവനെ കൊല്ലുകയും 3-ാം ദിവസം അവൻ മൗത്തായവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും വേണം. ഈസ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എൻ്റെ ജമാഅത്തായി വരാൻ തീരുമാനിച്ചാൽ അവൻ സ്വയം ത്യജിച്ച് ഓരോ ദിവസവും അവൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. കാരണം ഹയാത്ത് ഇഖ്ലാസിലാക്കുവാൻ നഫ്സിയായി ആഗ്രഹിക്കുന്നവൻ അത് കസാറയാക്കും. എനിക്ക് വേണ്ടി ആരെങ്കിലും അവരുടെ ഹയാത്തിനെ ഖസാറയാക്കിയാൽ അതിനെ ഇഖ്ലാസിലാക്കും. ഒരാൾ ദുനിയാവ് മുഴുവൻ നേടിയാലും നഫ്സിയായി ഹയാത്തിനെ ഖസാറയാക്കുകയോ ഫസാദാക്കി കളയുകയോ ചെയ്താൽ അവൻ എന്ത് ഫായിദ? ഒരാൾ എന്നെക്കുറിച്ചോ എൻ്റെ കലിമയെക്കുറിച്ചോ നാണിച്ചാൽ ഇബ്നുൽ ഇൻസാൻ തൻ്റെയും അബ്ബയുടെയും മുഖദ്ദിസായ മലായിക്കത്യങ്ങളുടെയും തംജീദിൽ വരുമ്പോൾ അവനെക്കുറിച്ചും നാണിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ രാജ്യം കാണുന്നതുവരെ മൗത്താവാത്ത ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഹക്കായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈസ കലാമുകൾ പറഞ്ഞിട്ട് തഖ്രീബൻ 8 ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസിനെയും യൂഹന്നയെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് ദുആ ഇരിക്കാൻ ഒരു മലയിലേക്ക് കയറിപ്പോയി. ദുആ ഇരിക്കുമ്പോൾ ഈസയുടെ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പുകൾ തിളങ്ങി വെള്ളയായി. അപ്പോൾ 2 ആളുകൾ ഈസയോട് സംസാരിച്ചു. അത് മൂസയും ഇല്യാസുമായിരുന്നു. അവർ തംജീദുള്ളവരായി പ്രത്യക്ഷപ്പെട്ട ഉടനെ ജെറുസലേമിൽ വെച്ച് കാമിലാവേണ്ട ഈസയുടെ വഫാത്തിനെ കുറിച്ച് സംസാരിച്ചു. പത്രോസും കൂടെയുള്ളവരും നന്നായി ഉറങ്ങുകയായിരുന്നു. ഉണർന്നപ്പോൾ അവർ ഈസയുടെ തംജീദ് ദർശിച്ചു. ഈസയോട് കൂടെ നിന്ന 2 ആളുകളെയും കണ്ടു. ആ 2 പേർ ഈസയെ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് ഈസയോട് പറഞ്ഞു, യാ സയ്യിദ്, നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൈമകൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മൂസക്കും, മറ്റൊന്ന് ഇല്യാസിനും. പത്രോസ് എന്താണ് പറയുന്നതെന്ന് അവനു തന്നെ അറിയില്ലായിരുന്നു. അവൻ ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ മൂടി. അവർ മേഘത്തിനുള്ളിലായപ്പോൾ ബേജാറായി. അപ്പോൾ മേഘത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ മകൻ ഇവിടെ തന്നെ, ഇവന്റെ കലാം ശ്രദ്ധിക്കുവിൻ. ഈ ശബ്ദമുണ്ടായപ്പോൾ അവർ ഈസയെ ഒറ്റയ്ക്ക് കണ്ടു. അവർ കണ്ടതൊന്നും ആ വക്തുകളിൽ ആരോടും പറയാതെ മിണ്ടാതിരുന്നു. പിറ്റേ ദിവസം മലയിൽ നിന്നും അവർ ഇറങ്ങി വന്നപ്പോൾ വലിയൊരു ജനക്കൂട്ടം ഈസയെ എതിരേറ്റു. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, മുഅല്ലിം, എൻ്റെ മകനെ ഒന്ന് നോക്കണമേ എന്ന് ഞാൻ നിന്നോട് ത്വലബ് ചെയ്യുന്നു. അവൻ എനിക്ക് ഇബ്നുൽ വാഹിദാണ്. അവൻ ഒരു റൂഹുൻ നജിസിനാൽ പിടിക്കപ്പെടുന്ന ഉടനെ അലറി വിളിക്കുന്നു. അത് അവനെ നിലത്ത് വീഴ്ത്തി ഞെരുക്കി ശരീരം കോട്ടി വായിൽ നിന്നും നിറയും പതിയും വരുത്തും.
അത് അവനെ അദാബിലാക്കി വിട്ടുമാറാതെ ബാധിച്ചിരിക്കുകയാണ്. അതിനാൽ അതിനെ പുറത്താക്കാൻ ഞാൻ അങ്ങയുടെ സ്വഹാബികളോട് തലബ് ചെയ്തെങ്കിലും അവർക്കതിന് കഴിഞ്ഞില്ല. ഈസ ഇജാബത്ത് പറഞ്ഞു, വഴിതെറ്റിയവരും കാഫിറുകളുമായ തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളോടുകൂടെ മൗജൂദായിരിക്കും, എത്ര നാൾ ഞാൻ നിങ്ങളെ സഹിക്കും? പിന്നെ അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, നിന്റെ മകനെ എൻ്റെ കരീബിൽ കൊണ്ടുവരിക. ഈസയുടെ കരീബിലേക്ക് അവൻ വരുമ്പോൾ തന്നെ റൂഹുൻ നജിസ് അവനെ നിലത്ത് വീഴ്ത്തി ഞെരുക്കി. ഈസ റൂഹുൻ നജിസിനെ ശാസിക്കുകയും കുട്ടിയെ ശിഫയാക്കി അവന്റെ ഉപ്പയെ ഏൽപ്പിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ അലീമത്തിൽ അവരെല്ലാവരും അജബിലായി. ഈസ ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് എല്ലാവരും അജബിലായപ്പോൾ ഈസ സ്വഹാബികളോട് പറഞ്ഞു, നിങ്ങൾ ഈ കലാം ശ്രദ്ധയോടെ കേട്ടുകൊള്ളുവിൻ. ഇബ്നുൽ ഇൻസാൻ ജനത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു. എന്നാൽ സ്വഹാബികൾക്ക് ഈസ പറഞ്ഞതിന്റെ മാന മനസ്സിലായില്ല. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അത് അവർക്ക് മറഞ്ഞിരുന്നു. ബേജാറുകൊണ്ട് അതിനെപ്പറ്റി ഈസയോട് അവർ ചോദിച്ചില്ല. തങ്ങളിൽ കബീറായവൻ ആരാണെന്നൊരു തർക്കം സ്വഹാബികളുടെ ഇടയിലുണ്ടായി. അവരുടെ കൽബിലെ നീയത്തറിഞ്ഞ ഈസ ഒരു കുഞ്ഞിനെ എടുത്ത് ഖരീബിൽ നിർത്തി. അവരോട് പറഞ്ഞു, എൻ്റെ നാമത്തിൽ ഈ കുഞ്ഞിനെ കബൂലാക്കുന്നവൻ എന്നെ കബൂൽ ചെയ്യുന്നു, എന്നെ കബൂലാക്കുന്നവൻ എന്നെ അയച്ചവനെ കബൂലാക്കുന്നു. നിങ്ങളിൽ ഏറ്റവും ശഗീറായവനാണ് നിങ്ങളിൽ കബീറാകുന്നവൻ. യാ സയ്യിദ്, അങ്ങയുടെ നാമത്തിൽ റൂഹുൻ നജിസുകളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ പെടാത്തവനായതുകൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു എന്ന് സ്വഹാബി യൂഹന്ന പറഞ്ഞു. ഈസ ഇജാബത്ത് പറഞ്ഞു, അവനെ തടയേണ്ട, കാരണം നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തയാൾ നിങ്ങൾക്ക് അനുകൂലിയാണ്. ഈസ ജന്നത്തിലേക്ക് എടുക്കപ്പെടാനുള്ള വക്തായപ്പോൾ അവൻ ജെറുസലേമിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഈസ തനിക്ക് മുമ്പേ ദൂതന്മാരെ അയച്ചു. അവർ പോയി അവനു വേണ്ടി തർത്തീബുകൾ ചെയ്യാനായി സമരിയാക്കാരുടെ ഒരു ഖരിയയിൽ ചെന്നു. എന്നാൽ ഈസ ജെറുസലേമിലേക്ക് പോകുവാൻ തീരുമാനിച്ചിരുന്നതിനാൽ അവിടുത്തെ ജനങ്ങൾ ഈസയെ കബൂൽ ചെയ്തില്ല. ഇത് കണ്ടപ്പോൾ സ്വഹാബികളായ യാക്കൂബും യൂഹന്നയും ചോദിച്ചു, റബ്ബേ, ഏലിയ ചെയ്തതുപോലെ ജന്നത്തിൽ നിന്ന് തീ ഇറക്കി അവരെ ഫസാദാക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെ? ഈസ തിരിഞ്ഞ് അവരെ ശാസിച്ചു, നിങ്ങൾ ഏത് റൂഹിയത്തിനാലാണ് അടിമപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. ഇബ്നുൽ ഇൻസാൻ മനുഷ്യരുടെ ഹയാത്തിനെ ഫസാദാക്കാനല്ല, ഇഖ്ലാസിലാക്കാനാണ് വന്നതെന്ന് പറഞ്ഞു. അവർ വേറൊരു ഖരിയയിലേക്ക് പോയി. അവർ പോകുമ്പോൾ ഒരാൾ ഈസയോട് പറഞ്ഞു, അങ്ങ് എവിടെ പോയാലും ഞാൻ അങ്ങയുടെ കൂടെ വരാം. ഈസ അവനോട് പറഞ്ഞു, കുറുക്കന്മാർക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ ഇബ്നുൽ ഇൻസാനോ തല ചായ്ക്കുവാൻ പോലും ഇടമില്ല. ഈസ വേറൊരാളോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു, റബ്ബേ, ആദ്യം പോയി എൻ്റെ ഉപ്പയുടെ മയ്യത്ത് ഖബറടക്കാൻ എനിക്ക് അനുവാദം തരണം. ഈസ അവനോട് പറഞ്ഞു, മൗത്തായവർ മൗത്തായവരെ ഖബറടക്കട്ടെ. നീ പോയി അള്ളാഹുവിൻ്റെ രാജ്യത്തിന് വയല് പറയുക. മറ്റൊരാൾ പറഞ്ഞു, റബ്ബേ, ഞാൻ നിന്റെ കൂടെ വരാം, എന്നാൽ ആദ്യം പോയി എൻ്റെ പുരക്കാരോട് യാത്ര പറയുവാൻ അനുവാദം തരണം.
ഈസ അവനോട് പറഞ്ഞു, കൽപ്പന കൊണ്ട് ഉഴുതുവാൻ ഈസ അവനോട് പറഞ്ഞു, കലപ്പ കൊണ്ട് ഉഴുതുവാൻ തുടങ്ങിയിട്ട് പിന്നോട്ട് നോക്കുന്നു കലപ്പ കൊണ്ട് ഈസ അവനോട് പറഞ്ഞു, കലപ്പ കൊണ്ട് ഉഴുതുവാൻ തുടങ്ങിയിട്ട് പിന്നോട്ട് നോക്കുന്ന ഒരാടിനെ കൊണ്ട് അള്ളാഹുവിൻ്റെ രാജ്യത്തിന് ഒരു ഫായിദയുമില്ല.